നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുപിയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുമൊക്കെ ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികൾ വലിയ നേട്ടമുണ്ടാക്കിയിട്ടും അതിനുശേഷം അങ്ങോട്ട് പ്രയോജനകരമായ ഒരു സാഹചര്യം മുന്നണിയുടെ ഭാഗത്തു നിന്ന് കാണുന്നില്ല. അത് മുന്നണിയുടെ കെട്ടുറപ്പില്ലായ്മ കൊണ്ടൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിലുള്ള അട്ടിമറിയുടെ കളിക്കുകയാണ്. ഒഡീസ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ലോക്സഭാ സീറ്റുകൾ ഒന്നും തന്നെ കിട്ടിയില്ല എന്ന് പറയുമ്പോഴും നിയമസഭയിൽ ഇപ്പോൾ വേണമെങ്കിലും അട്ടിമറിക്ക് സാധ്യതയുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ രാജസ്ഥാനും ഛത്തീസ്ഗഡും എപ്പോൾ വേണമെങ്കിലും കയ്യിൽ നിന്നും പോകാം. കാരണം കേവല ഭൂരിപക്ഷം മാത്രമേ ഇപ്പോഴും BJP സർക്കാരിനുള്ളൂ. രാജസ്ഥാനിൽ അവിടെ ഭജൻലാൽ ശർമ്മയാണെങ്കിൽ കൃഷ്ണദേവ് സായിയാണ് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി. സാഹചര്യങ്ങൾ പ്രതികൂലമാകാൻ ഏത് നിമിഷവും സാഹചര്യമുണ്ട്. കാരണം ആഭ്യന്തര പ്രശ്നം മാത്രമല്ല, പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തുന്ന രീതിയോട് പൊതുവെ ഇഷ്ടമല്ലാത്ത നേതാക്കൾ തന്നെയാണ്. വസുന്ധര രാജെ സിന്ധ്യ ആയിരുന്നാലും ഛത്തീസ്ഗഡിലെ മുതിർന്ന നേതാവായ ഡോക്ടർ രമൺ സിംഗ് ആയിരുന്നാലും ഇരുവരെയും മാറ്റിക്കൊണ്ട് പുതിയ തീരുമാനമാണ് എടുത്തത്. അതിലാകെ നേട്ടം കൊയ്തെടുത്തു എന്ന് പറയാൻ കഴിയുന്നത് മധ്യപ്രദേശിലെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ മോദിയുടെ മന്ത്രിസഭയിലേക്ക് കൃഷി വകുപ്പ് മന്ത്രിയായി കയറി വിദിഷയിൽ നിന്നും 8,21,000 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയിച്ച അദ്ദേഹം മാത്രമാണ് ഇതിനകത്ത് പിന്നീടും രാഷ്ട്രീയപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഏക വ്യക്തി. എന്നാൽ വസുന്ധരയുടെ കാര്യവും ഡോക്ടർ രമൺ സിംഗിൻ്റെ കാര്യവും നേരെ തലതിരിച്ചാണ്. അവരെ പാടെ ഉപേക്ഷിച്ച രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്തരത്തിലുള്ള നേതാക്കളെ കൃത്യമായി ഹൈജാക്ക് ചെയ്യാൻ ഇന്ത്യ മുന്നണി നേതാക്കൾ കൃത്യമായി ആലോചിച്ചാൽ പല വമ്പന്മാരും വീഴും. പല സംസ്ഥാനത്തെ ഭരണവും അട്ടിമറിക്കാം. ഇതിനു വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ ആലോചിക്കുകയാണ്. വെറുതെ ആലോചിച്ചിട്ട് കാര്യമില്ല. ഒഡീസയിലൊക്കെ നവീൻ പട്നായിക്കിനെ വിശ്വാസത്തിലെടുത്ത് ആ പദ്ധതി വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ വലിയ തോതിലുള്ള കൂടിയാലോചനകൾ കൂടിയേ തീരൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അട്ടിമറി നടന്നാൽ മൊത്തത്തിൽ കേന്ദ്രത്തിന് അസ്വസ്ഥതയുണ്ടാകും. കേന്ദ്രം വലിയ തോതിൽ പകയോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണി നേതാക്കളെയും മറ്റും ജയിലിലടയ്ക്കാനുള്ള കള്ളക്കേസുകളുമായി വീണ്ടും വരും. നാഷണൽ ഹെറാൾഡ് മാത്രമല്ല, പുതിയ കേസുകൾ ഉണ്ടാക്കും, കുത്തിപ്പൊക്കും. കോടതി അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണ് അവരുടെ നീതിയും ന്യായവുമെല്ലാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വരെ കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ, അതായത് BR ഗവായിയെ വരെ ചെരുപ്പെറിഞ്ഞ് അദ്ദേഹത്തിനെ വരെ മുൾമുനയിൽ നിർത്തിക്കളയാം എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ നീക്കമെങ്കിൽ അതിനെ പൊളിച്ചെടുക്കാൻ, ആ നീക്കങ്ങളെ പൊളിച്ചെടുക്കാൻ തന്നെയാണ് വലിയ തോതിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ശ്രമം. വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഒരു വലിയ പരിശ്രമത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളും കാട്ടാപ്പുഴകും.